വിജയ്, ഈ യുദ്ധം വല്ലാത്തൊരവസ്ഥയിലാണെന്നാണ് തോന്നുന്നത്. കാരണം ഇറാൻ ഖത്തറിലേക്ക് തിരിച്ചടിച്ചു. നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പോഴും പറഞ്ഞിരുന്നു അങ്ങനെ ഒരു അടി ഉണ്ടാവും, വ്യോമതാവളങ്ങൾ ലക്ഷ്യമിട്ടൊരടി ഉണ്ടാവുന്നു. ഇപ്പോൾ കേൾക്കുന്നു ട്രംപ് എന്നിട്ട് ഖത്തറിനോട് പറഞ്ഞു, പൊന്നളിയ ഇതൊന്ന് നിർത്താൻ പറ എന്നൊക്കെ പറഞ്ഞു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഇതാണെങ്കിൽ, അങ്ങനെ ഒരു വാർത്ത ശരിയാണെങ്കിൽ ഇസ്രായേലിനും അതൊരു നാണക്കേടാണ്, ട്രംപിനും നാണക്കേടാണ് അല്ലേ? തീർച്ചയായിട്ടും. പക്ഷേ നമ്മൾ ഇതിനകത്ത് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക എന്നുള്ളൊരു മറ്റൊരു ആംഗിളിലൂടെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അതായത് അമേരിക്ക ഒരിക്കലും ഇസ്രായേലിൻ്റെ ഇറാന് പറ്റിയ ഒരു എതിരാളിയല്ല. അല്ലെങ്കിൽ പറഞ്ഞത് തിരിഞ്ഞുപോയി, തിരിച്ചാണ്. അതായത് ഇറാൻ ഒരിക്കലും അമേരിക്കയ്ക്ക് പറ്റിയ ചേർന്ന ഒരു എതിരാളിയല്ല. നമുക്കറിയാം, ഒരിക്കലും അമേരിക്കയോട് മുട്ടി നിൽക്കാൻ ശേഷിയുള്ള ഒരു രാജ്യം അല്ല ഇന്ത്യ പോലും, അല്ലേ? അപ്പോൾ ഇറാൻ അങ്ങനെ ഒരു ശേഷിയുള്ള രാജ്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇറാന്റെ ഒരു സ്ഥിരം തന്ത്രമാണ് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം 2020 അവരുടെ ഒരു സൈനിക ഉദ്യോഗസ്ഥൻ ഖസൈം സൊലൈമാനി കൊല്ലപ്പെട്ടു. അതായത് അമേരിക്കയുടെ ആക്രമണത്താൽ, ഡ്രോൺ ആക്രമണമാണെന്ന് തോന്നുന്നു, ഓർക്കുന്നില്ല. ആ ഒരു സമയത്ത് ഇറാൻ ഇതേ തന്ത്രം തന്നെ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇറാഖിലെ അവരുടെ US ബേസസ്, അതായത് empty ആയിട്ടുള്ള ഒഴിഞ്ഞു കിടക്കുന്ന US ബേസസിൽ ആക്രമിച്ചിട്ട് നമ്മൾ എന്താ പറയാ, സലീം കുമാർ മായാവി സിനിമയിൽ പറയും, ഞാൻ എൻ്റെ കരുത്ത്, സലീം കുമാർ അല്ല, സുരാജ് വെഞ്ഞാറമൂട് പറയുന്നത്, ഞാൻ എൻ്റെ കരുത്ത് തെളിയിച്ചു എന്ന് പറഞ്ഞിട്ട് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. അതുപോലെ കരുത്ത് തെളിയിച്ചതാണോ അതുപോലെ ഒരു കാരണം ട്രംപ് പറയുന്നുണ്ട്, എന്താ ആളൊഴിഞ്ഞ കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ മിസൈലുകൾ അയച്ച് പ്രതികാരം തീർത്തിട്ടുണ്ട്. അതിന് സഹായിച്ച ഖത്തർ മേധാവിക്ക് രാജ്യത്തലവന് നന്ദി അറിയിച്ചുകൊണ്ട് ട്രംപ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അമേരിക്കയ്ക്ക് എന്തെങ്കിലും ഒരു കാര്യമായ നാശനഷ്ടം ഇറാൻ വരുത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്ക ഇതിവിടെ കൊണ്ട് നിർത്തില്ല. അത് പറയാൻ കാരണം, അമേരിക്ക ഭരിക്കുന്നത് ഒരു കുട്ടിയാണ്, ഒരു മുതിർന്ന ആളല്ല. ഒരു ട്രംപ് എന്ന് പറയുന്നത് നമുക്കറിയാം, ട്രംപ് ഒരു വഷളൻ കുട്ടിയാണ്. ഒരു വഷളൻ കുട്ടിയുടെ കയ്യിൽ തോക്ക് കിട്ടിയാൽ എന്തായിരിക്കും അദ്ദേഹം ചെയ്യുന്നത്? അതാണ് ട്രംപ് ചെയ്യുന്നത്. പക്ഷേ ഒരു ഭ്രാന്തന്റെ കയ്യിൽ ഒരു മെഷീൻ ഗണ്ണ് കിട്ടിയാൽ എങ്ങനെയിരിക്കും? ഒരു AK-47 കിട്ടിയാൽ എങ്ങനെയിരിക്കും? അതാണ് ഖമനയുടെ കയ്യിൽ, ഖമനയെ നേതൃത്വം വഹിക്കുന്ന ഇറാന്റെ കയ്യിൽ ആറ്റം ബോംബ് കിട്ടുന്നത്. അങ്ങനെയാണ് നമ്മൾ വായിക്കേണ്ടത്. അപ്പോൾ ഇത് രണ്ടില് ഏതാണ് ബെറ്റർ എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലെസർ ഈവൾ എന്ന് നമ്മൾ പറയും. എപ്പോഴും കുറഞ്ഞ തിന്മ ഏതാണോ അതാണ് നല്ലത്. അത് നമുക്ക് മറ്റൊരു ചോയ്സ് ഇവിടെ ഇല്ല. അല്ലാതെ ഇതിനകത്ത് മറ്റൊരു ചോയ്സ് നമുക്കില്ല. അപ്പോൾ എന്താ പറയുക, ഖമനയുടെ ആശയങ്ങൾ വരുന്നത് വളരെ പുരാതനമായിട്ടുള്ള മതഗ്രന്ഥങ്ങളിൽ നിന്നാണ്. മതഗ്രന്ഥങ്ങൾ നമുക്കറിയാം എപ്പോഴും പുരാതനമായിട്ടുള്ള ഇതാണ്. പക്ഷെ അതിൽ കാലഹരണപ്പെട്ട ചില വചനങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ നമ്മളെ ഹിന്ദുക്കളുടെ മനുസ്മൃതിയിലുണ്ട്. അതിലെ സ്ത്രീ സ്വാതന്ത്ര്യം അർഹത എന്നൊക്കെ പറയുന്ന, സ്ത്രീകൾ ഒരിക്കലും സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല, അല്ലെങ്കിൽ വേദം കേൾക്കുന്ന താഴ്ന്ന ജാതിക്കാരൻ്റെ ചെവിയിൽ ഈയം ഒഴിക്കുക. ഇത് സ്മൃതികൾ, നമ്മുടെ ഹിന്ദു ഇതിൽ സ്മൃതികളും ശ്രുതികളെന്നും പറയും. രണ്ട് വിഭാഗങ്ങളുണ്ട്. ശ്രുതികൾ എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലും ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത്. ശ്രുതിയുടെ അർത്ഥം റിവീൽഡ് എന്നുള്ളതാണ്, നമുക്ക് വെളിപ്പെട്ടിട്ടുള്ളത്. സ്മൃതികൾ എന്ന് പറയുന്നത് കാലഘട്ടത്തിനനുസരിച്ച് എഴുതപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ അതുപോലെയാണ് ഈ ഖുറാനിലും അത്തരം കാലഹരണപ്പെട്ട വചനങ്ങളുണ്ട്. പക്ഷെ ഈ ഖമനയെ പോലെയുള്ള ചില തീവ്രവാദികൾ അത് ഇപ്പോഴും അവര് പാലിക്കുന്നു. നമുക്കറിയാം, സൗദി അറേബ്യ പോലുള്ള മറ്റു രാജ്യങ്ങളിൽ സ്ത്രീകൾക്ക് അവർ കൊടുക്കുന്ന കോട്ട് അൺകോട്ട് കൊടുക്കുന്ന സ്വാതന്ത്ര്യം എത്രത്തോളമാണ് എന്ന് നമുക്കറിയാം. അപ്പൊ വിഷയത്തിലോട്ട് വരുമ്പോൾ, ഖമനയെ പോലുള്ള ഒരു മതരാഷ്ട്രത്തിന് ഒരിക്കലും ആറ്റം ബോംബ് കിട്ടാൻ പാടില്ല. പാകിസ്ഥാന് തന്നെ അത് കിട്ടാൻ പാടില്ലായിരുന്നു. പക്ഷെ ഇസ്രായേലിന്റെ സമ്പൂർണ്ണ നാശം എന്നൊരു മോട്ടോ വച്ചിരിക്കുന്നത്. ഇസ്രായേൽ എന്തുകൊണ്ട് അവർ എതിർക്കുന്നു, ഇസ്രായേലിനെ എന്തിനാണ് അവർ നശിപ്പിക്കണമെന്നുള്ളത് ജൂതരാഷ്ട്രമായതുകൊണ്ടാണ്. ജൂതന്മാരെ അവരുടെ വിഷയം അത് മാത്രമാണ്. അല്ലാതെ അവർക്കൊരു ജൂതന്മാർ എന്തിനാണ് ഇവിടെ എന്നുള്ള ചോദ്യമാണ്. ഹിറ്റ്ലർ ഇറങ്ങി തിരിച്ചത് ഇതുപോലൊരു ആശയത്തിലാണ്. അത് തന്നെയാണ് ഇവിടെ ഖമനയും കാണിക്കുന്നത്. അപ്പോ ഇവിടെ ചേച്ചി നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത്, അതായത് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ? അതായത് ട്രംപ് ഖത്തറിന്റെ അടുത്ത് പറഞ്ഞിട്ട് ഇറാന്റെ അടുത്ത്
നിർത്തണം. ഒന്ന് നിർത്താൻ പറ എന്നൊരു സംഭവം നടന്നിട്ടുണ്ടോ, നമുക്ക് അതൊന്ന് പരിശോധിച്ച് നോക്കാം. നേരത്തെ പറഞ്ഞല്ലോ ഇത് ഇറാൻ ഇങ്ങനെ 2020 അവരുടെ സുലൈമാനി മരിച്ചപ്പോൾ ഇതുപോലൊരു അന്നും ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ ഇവിടെ ഈ സംഭവിച്ചിരിക്കുന്ന കാര്യം അത് തന്നെയാണ് നമുക്ക് ഉറപ്പിക്കുക. എനിക്ക് എന്തായാലും ഇത് പറയുമ്പോൾ ഓർമ്മ വരുന്ന ഒരു സിനിമയുണ്ട്. അതായത് നമ്മൾ ഫഹദ് ഫാസിൽ അഭിനയിച്ച ഒരു മഹേഷിന്റെ പ്രതികാരം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. മഹേഷ് എന്നൊരു ചെറുപ്പക്കാരനെ ആരോഗ്യത്തിലൂടെ ഗാത്രനായിട്ടുള്ള അതിലെ ഒരു വില്ലൻ മഹേഷിനെ കവലയിലിട്ട് അടിക്കുകയാണ്, മുണ്ട് പറിച്ചടിക്കുക എല്ലാവരുടെയും മുമ്പിൽ. അപ്പം മഹേഷ് ഒരു തീരുമാനം എടുക്കും, ഇനി ഇവനെ അടിക്കാതെ ഞാൻ ചെരുപ്പിടില്ല എന്നുള്ളത്. അങ്ങനെ തിരിച്ചടിക്കാൻ പോകുമ്പോൾ ജിൻസൺ എന്നാണ് ആ വില്ലന്റെ പേര്. ജിൻസനെ അടിക്കാൻ മഹേഷ് പോകുമ്പോൾ ജിൻസൺ ഗൾഫിലേക്ക് പോയി. അപ്പൊ ഇനി ചെരുപ്പിടാതെ നടക്കണം. അതിനിടയ്ക്ക് മഹേഷ് ഒരു പെൺകുട്ടിയായിട്ട് പ്രേമത്തിലാകുന്നു. ജിൻസി എന്നാണ് ആ പേര്, അവളുടെ പെൺകുട്ടിയുടെ പേര്. വൈകാതെ തന്നെ മഹേഷ് അറിയുന്നു ജിൻസി ജിൻസന്റെ സഹോദരിയാണെന്നുള്ളത്. അപ്പോൾ ഇതറിയുമ്പോൾ കഥയിലെ സംഘർഷം മുറുകുകയാണ്. അപ്പോൾ ജിൻസി പറയുന്നൊരു ഡയലോഗ് ഉണ്ട് മഹേഷ്. ജിൻസിക്ക് എന്തായാലും മഹേഷിനെ കളയാൻ പറ്റില്ല ഈ ഒരു കാരണത്താൽ. ഒരിക്കലും ജിൻസൺ പറഞ്ഞാൽ കേൾക്കില്ല എന്നുള്ളത് ആർക്കറിയാം? ജിൻസിക്ക് അറിയാം. സഹോദരന്റെ സ്വഭാവം അറിയാം, ചട്ടമ്പിയാണ്. മഹേഷിനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ള രീതിയിൽ ജിൻസി മഹേഷിന്റെ അടുത്ത് എന്ന് പറയും, കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് എടാ അളിയ എന്ന് പറഞ്ഞ ഒരു അടിയങ്ങ് അടിച്ചോ, അതിലങ്ങ് തീർത്തോ എന്ന് പറയും. പക്ഷെ ഇത് മഹേഷ് ഇൻസൾട്ടായിട്ട് എടുക്കുന്ന മഹേഷ് എന്ത് ചെയ്യും? ജിൻസനെ അടിച്ചു തോപ്പിക്കും. പക്ഷെ ഇവിടെ ഇറാൻ ജിൻസിയുടെ ജിൻസി എന്നിവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഖത്തറിനെയാണ്. ജിൻസിയുടെ വാക്ക് അല്ലെങ്കിൽ ഖത്തറിന്റെ വാക്ക് സീരിയസ് ആയിട്ട് അങ്ങ് എടുത്തു. അതായത് ഖത്തർ പറഞ്ഞു ഇറാനോട്, നീ ഒരു കാര്യം ചെയ്യും, ഇവിടെ നീ ഒന്ന് മുന്നറിയിപ്പൊക്കെ തന്നിട്ട് ഇവിടെ കയറി അടിച്ചോ, അതിലങ്ങ് നീ അങ്ങ് പ്രശ്നം അങ്ങ് തീർത്തോ എന്ന് പറയും. ഈ അമേരിക്കയ്ക്കും പ്രശ്നമില്ല. കാരണം അമേരിക്ക, ട്രംപ് കൃത്യമായിട്ട് പറയുന്നുണ്ട്, നേരത്തെ മുൻകൂട്ടി അറിയിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അവർക്ക് ട്രംപ് എന്ന് പറയുന്ന ഒരു മേധാവി ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, രാജ്യത്തലവൻ ട്രംപ് ആയതുകൊണ്ട് അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഒരു വളരെ ബാലിശമായിട്ടുള്ള തീരുമാനങ്ങളുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഉറപ്പായിട്ടും അടികൾ ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞ കുട്ടിയുടെ മനസ്സുള്ള ഒരു പിഞ്ചുകുട്ടിയല്ല, ഒരു വഷളൻ കുട്ടിയുടെ ചട്ടമ്പിയായിട്ടുള്ള. അപ്പൊ അത്തരം ഒരു രാഷ്ട്രത്തലവനായതുകൊണ്ട് അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനം എടുക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് വളരെ നിസ്സാരമായിട്ട് അദ്ദേഹം ഇതിനെ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം 128ഓളം മിലിറ്ററി ബേസസ് ആണ് രാജ്യത്തിന് പുറത്ത് US-നുള്ളത്. അതിൽ ഏറിയ പങ്കും പശ്ചിമ മേഖലയിലാണ്. ഇപ്പോൾ പറഞ്ഞല്ലോ, വിജയ് പറഞ്ഞല്ലോ 128 എയർബേസ് ഉണ്ടെന്ന്. ഈ 128 എയർബേസിൽ മിക്കവാറും ഇതിൽ ഒഴിവായി നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ത്യ, ബംഗ്ലാദേശ്, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളൊക്കെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതൊഴിച്ച് ബാക്കി എല്ലായിടത്തും US-നുണ്ട്. അപ്പോൾ US പോയിട്ട് പറയാണ് അളിയ ഇതൊന്ന് നിർത്താൻ പറയുമ്പോൾ മതി അടിച്ചത്, അവരുടെ വീരവാദമൊക്കെ നടന്നല്ലോ, ഇനി അത് മതി എന്നുള്ളതായിരിക്കാം. പക്ഷെ ഒഴിഞ്ഞു കിടക്കുന്ന താവളങ്ങൾ എയർബേസുകളാണെങ്കിൽ പോലും അതിനുണ്ടാകുന്ന ഒരു നാശനഷ്ടം അത് ട്രംപിന് ചിലപ്പോൾ സഹിക്കാൻ പറ്റുന്നതായിരിക്കില്ല. ഇല്ലേ? അങ്ങനെ സഹിക്കാൻ പറ്റുന്നതായിരിക്കും. കാരണം അമേരിക്ക എന്ന രാഷ്ട്രത്തിനെ സംബന്ധിച്ച് അവരുടെ ഒരു സമ്പന്നമായ രാജ്യമാണ്. അവർക്ക് ഇപ്പോൾ നിലവിലെ ഒരു സാഹചര്യം ട്രംപിന് അധികം അങ്ങോട്ട് തീരുമാനങ്ങൾ എടുത്ത് ഇതിലേക്ക്, അതായത് കയറി അടിക്കട പൂശട അതൊന്നും പറയാൻ പറ്റില്ല. കാരണം ട്രംപിനെതിരെ അവിടെ പ്രശ്നം ട്രംപിന് അതായത് പൊതുവെ ഇപ്പോഴത്തെ സാഹചര്യം ലോകത്തിലെ തന്നെ ആഗോള തലത്തിൽ തന്നെയുള്ള സാഹചര്യം യുദ്ധങ്ങളിൽ ഏർപ്പെടാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാഹചര്യമല്ല നിലവിൽ. ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടന്നപ്പോൾ തന്നെ എല്ലാ രാഷ്ട്രങ്ങളും പറഞ്ഞത് എന്താണ്? പെട്ടെന്ന് നിർത്തൂ, പെട്ടെന്ന് ഇതൊന്ന് അവസാനിപ്പിക്കൂ എന്നുള്ളതാണ്. യുക്രൈനെ അടിച്ചപ്പോൾ, റഷ്യ അടിച്ചപ്പോൾ അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ അമേരിക്ക എന്ന് പറയുന്ന ഒരു 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 ചട്ടമ്പി രാഷ്ട്രം, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, അങ്ങനത്തെ ഒരു കവലച്ചട്ടമ്പി എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ, അവർക്ക് അങ്ങനെ പഴയ രീതിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവർക്ക്. അതായത് മറ്റ് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സഹകരണം വളരെ ആവശ്യമുള്ള, അതായത് ഇപ്പോൾ നമ്മളുടെ ലോകം മുൻപോട്ട് പോകുന്നത് ലോക വിപണിയെ ആശ്രയിച്ച വിപണി എന്ന് പറയുന്നത് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സഹകരണമാണ്. അപ്പോൾ അമേരിക്കയ്ക്ക് അങ്ങനെ ഒരു ഏകപക്ഷീയമായ തീരുമാനം ഇപ്പോൾ എടുക്കുന്നതിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വിപണിയുടെ കാര്യം പറഞ്ഞപ്പോൾ, വിപണി എന്ന് പറയുമ്പോൾ ഫോർമോസ് കടലിടുക്കിനൊക്കെ പ്രശ്നം ഉണ്ടാക്കാനാണ് ഈ പറയുന്ന ഇറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അത് ഇടുകയാണെങ്കിൽ വിഷയമില്ല എന്നുള്ളത് UAE പറയുന്നുണ്ട്. ഇപ്പോൾ അവരത് ചെയ്തോട്ടെ,
ഞങ്ങൾക്ക് പ്രശ്നമില്ല. കാരണം അവരതിന് മറ്റൊരു ഉപാധി കണ്ടുപിടിച്ചു. ഉം. കാരണം ഇതിങ്ങനെ ചെയിനായിട്ട് വരുമല്ലോ. അപ്പം ഇതെല്ലാം എല്ലാവരെയും ബാധിക്കും. ഉം. ആ ബാധിക്കാതിരിക്കാൻ ഒരു വഴി കണ്ടെത്തണമല്ലോ. ഉം. ഇൻ കേസ് ഈ യുദ്ധമൊന്നും ഈ പറയുന്ന സ്ഥലത്തൊന്നും നിൽക്കില്ലെങ്കിൽ നമ്മൾ പറയാൻ പറ്റില്ല. ഇപ്പൊ പറഞ്ഞ പോലെ വഷളം കുട്ടിയും ഭ്രാന്ത് പിടിച്ച കുട്ടിയൊക്കെയാണ് ഈ രോഗങ്ങളെ രാഷ്ട്രങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന ഒരാളുടെ ചെവിയിലേക്ക് നമ്മൾ പറയുന്ന ഈ വേദവാക്യം കയറിയില്ലെങ്കിലും, ഒന്ന് നിർത്തടോ എന്ന് പറയുമ്പോൾ അത് കയറിയില്ലെങ്കിലും ഒരാൾ ഭാഗത്തുനിന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ബാക്കി സഖ്യരാഷ്ട്രങ്ങളൊക്കെ വന്ന് അടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് നിർത്തിയില്ലെങ്കിലും ഈ കച്ചവടമൊക്കെ നടക്കണമല്ലോ. കച്ചവടം നടന്നില്ലെങ്കിൽ വിഷയമാണ്. പ്രത്യേകിച്ച് ഇറാൻ ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിലും LPG ഒക്കെയാണ് ഈ കച്ചവടം കൂടുതലുള്ളത്. അപ്പം അതിന് വേണ്ടി അവർ പുതിയൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് UAE-യുടെ ഫുജൈറ ഹബ്ഷാൻ എന്ന് പറയുന്ന പൈപ്പ് ലൈൻ, ആ പൈപ്പ് ലൈൻ വഴി ഈ ഒരു കച്ചവടം, ഓയിൽ ഒക്കെയുള്ള കച്ചവടം നീക്കം ചെയ്യാനുള്ള മാർഗം കൂടി അവർ നോക്കി തുടങ്ങിയിട്ടുണ്ട്. കാരണം എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോൾ വിജയ് പറഞ്ഞതുപോലെ ഈ വഷളം കുട്ടിയും മതഭ്രാന്ത് പിടിച്ച കുട്ടിയൊക്കെ ആയതുകൊണ്ട് എങ്ങാനും ബിരിയാണി കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? പട്ടിണി കിടക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എന്തായാലും ഖത്തറിലൂടെ പശ്ചിമേഷ്യയിൽ വീണ്ടും സമാധാനം ഉണ്ടായി. അതിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാം.